കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ സംയുക്ത ട്രേഡ് യൂണിയന്റെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ആദ്യ പകുതി പിന്നിടുകയാണ്. ലേബർ കോഡ് പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക, കർഷക വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് 10 ട്രേഡ് യൂണിയനുകൾ സമരം ചെയ്തത്. ആദ്യ പകുതി കഴിഞ്ഞിരിക്കുന്നു. അഖിലേന്ത്യാ പണിമുടക്കിന്റെ അശ്വജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വജിത്ത്, അതായത് നിലവിലിപ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നു, കുറേ പേർക്ക് അവധി കിട്ടുന്നതിനൊക്കെ അപ്പുറത്തേക്ക് എന്തിനാണ് പണിമുടക്ക് എങ്ങനെ നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുമെന്നുള്ളതാണ്. നിലവിലിപ്പോൾ സമാധാനപരമായി തന്നെ കേരളത്തിൽ പോകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊന്നും പതിവ് പോലെ തന്നെ മറ്റ് ഒരു പ്രതിഫലനവും ഇല്ല പണിമുടക്കിൻ്റെത്. എന്തിനാണ് ശരിക്കും പണിമുടക്ക്? അല്ല, ഈ പണിമുടക്ക് നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഈ ദേശീയ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരെ എന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും നമ്മൾ ഈ കേരളത്തിൽ മാത്രമേ ഒരുപക്ഷെ ഇത്രത്തോളം ഡീപ്പായി പണിമുടക്കിൻ്റെ ഒരു പ്രതിഫലനം കാണാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഒരുപക്ഷെ അങ്ങോട്ട് തമിഴ്നാട്ടിലായാലും വടക്കോട്ടായാലും കാര്യമായൊരു ചലനമൊന്നും ഈ പണിമുടക്കിന് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പോലും നമ്മളൊരു ജനാധിപത്യ സമൂഹമാണ്. അപ്പോൾ പണിമുടക്കുകൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് അതിനെ ഒറ്റയടിക്ക് റദ്ദ് ചെയ്യുന്നതും ശരിയല്ല. പക്ഷേ ഈ ജനങ്ങൾ വലയുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെ ഇന്ന് രാവിലെ മുതലുള്ള നമ്മൾ ഓരോ ജില്ലയിൽ നിന്നും ഓരോ സ്ഥലത്തു നിന്നൊക്കെ പ്രാദേശികമായൊക്കെയുള്ള കവറേജിൽ നിന്നും മനസ്സിലായതുമാണ്. ട്രേഡ് യൂണിയനുകൾ മാധ്യമങ്ങൾക്ക് നേരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്നാണ്, മാധ്യമങ്ങൾ ഏത് മാധ്യമമായിക്കോട്ടെ വലതുപക്ഷ മാധ്യമങ്ങൾ ഈ സമരങ്ങളെ അതിന് ജനങ്ങൾ വലയുന്നു എന്ന രീതിയിൽ മാത്രം ഒരു ചിത്രം കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനം എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. അത് കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നതാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ ആ തരത്തിൽ നമ്മൾ സമരത്തെ എതിർത്തുകൊണ്ടാണോ ഈ റിപ്പോർട്ടുകൾ? ഒരിക്കലുമല്ല. സമരത്തെ അല്ലെങ്കിൽ അതിൻ്റെ കോസിനെയോ അതിൻ്റെ കാരണത്തെയോ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെ ഒന്നും എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല അത് കാര്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അത് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് കാണുന്നതുമാണ്. അപ്പോൾ അത് മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന ന്യായം ഇതിലിടുമ്പോഴാണ് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നതും ഇന്ന് രാവിലെ മുതൽ കണ്ടതും. അക്ഷയ് പറഞ്ഞത് ഒരു പ്രധാന പോയിന്റാണ്. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് സമാനമായി നോക്കുമ്പോൾ ഇത്തവണ വളരെ ലിമിറ്റഡായ 1-2 സ്ഥലങ്ങളിലുള്ള ചെറിയ സംഘർഷങ്ങൾ മാത്രമാണ് ഉണ്ടായത്. പൊതുവെ സമാധാനപരമാണ് എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ എങ്കിൽ പോലും കാര്യമായ ഒരു മാറ്റം ഈ പണിമുടക്ക് രീതി ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആ ഒരു പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. അതായത് പണിമുടക്കിന് പൂർണ്ണ പിന്തുണയുണ്ട്, പക്ഷേ ഈ ദേശീയ പണിമുടക്ക് ബന്ദിന് സമാനമായി കേരളത്തിൽ മാത്രമാണുള്ളത്, അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു കാര്യം പരിശോധിക്കണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഹർത്താലിനും ബന്ദിനും സമാനമായ തരത്തിൽ ഒരു പണിമുടക്കിനെ മാറ്റുന്നത് ഈ കാലത്തിൽ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പൊതുചർച്ചയ്ക്ക് വെക്കുകയാണ്. ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഇങ്ങനെ സംഭവം നടക്കണ ആർക്കും അറിയില്ല, കർണാടകത്തിൽ പോയാൽ അറിയില്ല, മഹാരാഷ്ട്രയിൽ പോയാൽ അറിയില്ല. ഇത് എല്ലാവരും ചേർന്ന് ആഹ്വാനം ചെയ്ത ഡൽഹിയിൽ ഇതില്ല. കേരളം മാത്രം ഒരു ബന്ദിനും ഹർത്താലിനും സമാനമാക്കി ഒരു പൊതു പണിമുടക്കിനെ മാറ്റണ വേണോ? എല്ലാവരും ഒരു ചർച്ചയ്ക്ക് വെക്കുകയാണ്. ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു. അത് കാലഹരണപ്പെട്ടതാണോ എന്നൊരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. തന്നെയാണ് എനിക്ക് തിരിച്ചങ്ങോട്ടും ചോദിക്കാനുള്ളത്. അതായത് പക്ഷെ എങ്ങനെ ബദൽ മാർഗം എന്തുണ്ടാകും എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഇന്ന് രാവിലെ 1-2 പ്രതികരണങ്ങൾ കാണുകയുണ്ടായി. അതിലൊരു വിദേശ പൗരൻ്റെ പ്രതികരണമായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ അക്ഷയുടെ അത് ഷെയർ ചെയ്യുകയും ചെയ്തു. ജർമ്മനിയിൽ നിന്നുള്ള ഒരു വിനോദസഞ്ചാരിയുടെ പ്രതികരണം. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, അവരുടെ രാജ്യത്ത് ഇതുപോലെ പണിമുടക്കുണ്ടാകുമ്പോൾ നിങ്ങൾ പണിമുടക്കുണ്ടോ അല്ലെങ്കിൽ അത് ജനങ്ങൾ അങ്ങനെ വലയാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരുപക്ഷെ പ്രതീക്ഷിച്ച മറുപടി ഇല്ല എന്നായിരിക്കും. ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്, കേരളത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ വളരെ ഞെട്ടിക്കുന്ന മറുപടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് പുതിയൊരു അറിവായിരുന്നു. അവിടെയും സമാനമായ രീതിയിൽ പണിമുടക്കുണ്ടാവാറുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് കുറച്ചുകൂടി ഒരു കൗതുകമാണ്. കാരണം ഒരുപക്ഷെ 2 ആഴ്ച കൂടുമ്പോൾ 1 എന്ന ക്രമത്തിൽ അവിടെ ഉണ്ടാവാറുണ്ടോ എന്നുള്ളത് പൊതുവെ. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതല്ല. ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് കേരളത്തിലാണ് ഈ ബന്ദിന് സമാനമായിട്ടുള്ള പണിമുടക്ക് ആ തരത്തിൽ അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, എല്ലായിടങ്ങളിലും ഉണ്ട്. ഇതല്ലെങ്കിൽ അതായത് തൊഴിലാളികൾ പണിമുടക്കുമ്പോൾ തൊഴിൽ മുടക്കി അല്ലാതെ
അങ്ങനെ പണിമുടക്കാനാകും? അല്ല, അത് ഒരു ഇന്നോവേറ്റീവായി ഈ സമരം ചെയ്യാനാകുന്നതാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ തന്നെ ഇത്തരം ആശയങ്ങൾ ഒരുപക്ഷെ ഒരു പൊതു ചർച്ചയ്ക്ക് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും ഈ സംഘടനാ പ്രതിനിധികളും എല്ലാവരും ഇരുന്ന് ഒരു ചർച്ച നടത്തിക്കൊണ്ട് നമുക്കിനി ഈ പ്രതിഷേധങ്ങളും ഈ പറഞ്ഞതുപോലെ പ്രതിഷേധങ്ങളായാലും പണിമുടക്കായാലും ഒക്കെ മറ്റൊരു രൂപത്തിൽ പൊതുജനങ്ങളെ ബാധിക്കാതെ, തൊഴിലിനെ ബാധിക്കാതെ ഒരുപക്ഷെ കുറച്ചുകൂടെ ഫലപ്രദമായി ഈ ആശയങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ കഴിയും, എങ്ങനെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചിന്തകൾ എന്തായാലും ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ഫലപ്രദമായിട്ടുള്ള ചിന്തകൾ കടന്നു വരട്ടെ. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ നിലവിൽ നടക്കുന്ന പണിമുടക്കെന്ന് പറയാൻ നമ്മളെയൊക്കെ ബാധിക്കുന്നതാണ്, എല്ലാ തൊഴിലാളികളെയും ബാധിക്കുന്നതാണ്, പുതിയ ലേബർ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ എതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ 10 ട്രേഡ് യൂണിയനുകളാണ് സമരം നടത്തുന്നത്. സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ സമാധാനപരമായി കടക്കുന്നു.